IITian ആണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ എന്തുകൊണ്ടാണ് നമ്മളെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് കാണുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് IITs എന്ന് പറയുന്നത്. വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനീസ് നോക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് ഈ IITians തന്നെയാണ്. അല്ലെങ്കിൽ IITയിൽ നിന്നും പാസ് ഔട്ട് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിയവരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് IITs ഇത്രയും ഇമ്പോർട്ടൻറ്റും മറ്റുള്ളവർ അത്രയും റെസ്പെക്ട്ഫുള്ളി കാണുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ IITസിൽ പോകുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല. നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവില്ലേ? അതിനുള്ള റീസൺ ആണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത് എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. മിസ്സിന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ IITs, അതുപോലെ തന്നെ NITs എന്നൊക്കെ പറയുന്നത്. അപ്പോൾ IITയിൽ അഡ്മിഷൻസ് നേടിയെടുക്കുക എന്ന് പറയുന്നതിന് വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള, വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാം ആണ് നമ്മുടെ JEE അഡ്വാൻസ്ഡ് എക്സാം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ JEE മെയിൻസ് പാസ്സായിട്ട് വേണം JEE അഡ്വാൻസ്ഡ് എഴുതാൻ വേണ്ടിയിട്ട്. JEE അഡ്വാൻസ്ഡ് എക്സാം തന്നെ ഏറ്റവും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സാമാണ്. എങ്ങനെയാണ് പാറ്റേൺ വരുന്നുണ്ടാവുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്നും അറിയാതെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് എഴുതാൻ വേണ്ടി പോകുന്നത്, അല്ലേ? അപ്പോൾ അത്രയും കോൺസെപ്റ്റ് ക്ലാരിറ്റിയും ബ്രെയിനും ഉള്ളവർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത്രയും നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോരുകയാണെങ്കിൽ മാത്രമാണ് JEE അഡ്വാൻസ്ഡ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. സ്വാഭാവികമായിട്ടും ഞാൻ എഴുതി തരാം, JEE അഡ്വാൻസ്ഡ് ക്രാക്ക് ചെയ്യുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റുഡൻറ്റ് തന്നെയാണ്, അല്ലേ? ആ ഒരു സർവൈവൽ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ IITസിലേക്ക് ഈ കടമ്പകൾ കഴിഞ്ഞിട്ടാണ് അവർ അഡ്മിഷൻ എടുത്ത് വരുന്നത്, അല്ലേ? സോ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് നമ്മുടെ IITസിലേക്ക് എത്തുന്നത്. അപ്പം അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള കുട്ടികളാണ് IITസിൽ നിന്നും പാസ് ഔട്ട് ആവുന്നത്. ഇനി IITസിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമാണോ ഈ ഒരു കോളേജിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്? ഒരിക്കലുമല്ല. അപ്പോൾ ഒരു IIT നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കോളേജിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും എല്ലാവരും മലയാളീസ് ആയിരിക്കും. പക്ഷേ IITസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഉള്ളത്. ഓൾ ഇന്ത്യ എക്സാം ആണ് JEE അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കുട്ടികളാണ് ഒരു ക്ലാസ് റൂമിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. സോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ മലയാളത്തിലാണ് നമ്മുടെ സാധാരണ കോളേജുകളിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ലാംഗ്വേജുകൾ വ്യത്യാസമായിരിക്കും, അല്ലേ? കാരണം നമ്മുടെ ഫ്രണ്ട്സ് ആവുന്നത് ഒരിക്കലും ചിലപ്പോൾ മലയാളീസ് ആയിക്കൊള്ളണമെന്നില്ല. സോ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ആവാനും ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് IITs എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഉണ്ടല്ലേ, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ, കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. സോ നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു IITയിൽ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. സോ നമ്മൾ ഹിന്ദി അതുപോലെ തന്നെ ഇംഗ്ലീഷൊക്കെ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് മാറും. സോ ലാംഗ്വേജ് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി നമുക്ക് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IITs എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ള കാര്യം, നമുക്ക് പഠനം മാത്രമല്ല അവിടെ നമുക്ക് ഓഫർ ചെയ്യുന്നത്, ഏറ്റവും ബെസ്റ്റായിട്ട് സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IITs എന്ന് പറയുന്നത്. ഓരോ IITസിലും നിങ്ങൾക്ക് നമുക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ടുകളുണ്ട്, ടെന്നീസ് കോർട്ട്സ് ഉണ്ട്, അല്ലേ? അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമ്പസാണ് IITs എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോർട്സിൽ ഏറ്റവും നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് IITസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പോർട്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ അതായത് അത്യാവശ്യം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടെക് എക്സ്പോസ് നടക്കാറുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് വേൾഡിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സും അതുപോലെ തന്നെ കമ്പനി ഹെഡുകളും CEOസും കാര്യങ്ങളും ഒക്കെ അവിടെ എത്തും. സോ നല്ലൊരു എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് IITസിൽ പോകാമെന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. ഇനി അടുത്തൊരു കാര്യമാണ് നമ്മുടെ IITസിൻ്റെ അൽമിനസ് എന്ന് പറയുന്നത്. അതായത് അവിടെ നിന്ന് പാസ് ഔട്ട് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓരോ പൊസിഷനിൽ എത്തിയ ആൾക്കാർ ഒരുപാടുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങളും പാസ് ഔട്ട് ആവുന്ന സമയത്ത് അത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും.
അതായത് IIT-യിൽ നിന്ന് പാസ് ഔട്ട് ആവുന്ന സമയം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങളൊരു IIT-യൻ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ പ്രിഫറൻസ് ഏറ്റവും കൂടുതലായിരിക്കും. ആൻഡ് ഈ ഒരു IIT ജേർണി എന്ന് പറയുന്നത് വളരെ സ്മൂത്തായിട്ട് കടന്നു പോകുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ മോൾഡ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് വേർഷൻ ഓഫ് യു ആയിട്ടാണ് നിങ്ങൾ IIT-യിൽ നിന്നും പുറത്തോട്ടേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെറും ഒരു പഠനം മാത്രമല്ല, IITs-ൽ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാനായിരിക്കില്ല ആഗ്രഹിക്കുന്നുണ്ടാവുക. നിങ്ങൾ ചിലപ്പോൾ ഒരു ഓൺട്രപ്രണർ ആയിട്ടായിരിക്കും പുറത്തോട്ടേക്ക് വരുന്നുണ്ടാവുക. അപ്പം നിങ്ങളുടെ ഒരു മാനസികമായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ മെൻ്റൽ, അതായത് നിങ്ങളുടെ ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെ മോൾഡ് ചെയ്തെടുക്കാൻ IITs ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. സോ ഒരിക്കലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം IITs-ലേക്ക് പോകരുത്. IITs ഡ്രീം ചെയ്യുമ്പോൾ ബെസ്റ്റ് വേർഷൻ ഓഫ് യു ആയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IITs ചൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. അപ്പം അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ +1-ലേക്ക് വരുന്നതേ ഉള്ളൂ. ഇപ്പോഴേ എൻ്റെ കുട്ടികൾ പഠിച്ച് മുമ്പോട്ട് പോവുകയാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അവിടെ എത്താൻ വേണ്ടി പറ്റും. സോ യു ക്യാൻ ചൂസ് നിങ്ങൾക്കറിയാം നമ്മുടെ +1 വിത്ത് JEE ബാച്ചാണ് യോധ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ യോധ ബാച്ച് ഇതായി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും വേഗം തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ബോർഡ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ IITs-ൻ്റെ ആ ഒരു ഡ്രീമിലേക്കുള്ള പ്രിപ്പറേഷനും നിങ്ങൾ നന്നായിട്ട് മുമ്പോട്ടേക്ക് 2 വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും IITs ഡ്രീം ചെയ്യാം. സോ നിങ്ങൾ IIT ഡ്രീം ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.